പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ പല അസുഖങ്ങൾ കാരണം പ്രയാസത്തിലാണ്. ക്യാൻസർ ഉള്ള ആളുകൾ, പ്രഷർ ഉള്ള ആളുകൾ, ഷുഗർ ഉള്ള ആളുകൾ, വയറുവേദനയുള്ള ആളുകൾ, കിഡ്നിക്ക് അസുഖമുള്ള ആളുകളുണ്ട്, ഊരവേദന, കണ്ണുവേദന, തലവേദന, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ, കുറെ ആളുകൾ ഹോസ്പിറ്റലിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ അസുഖങ്ങൾ ശിഫയാകാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ സൂറത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് നമ്മളെ രോഗത്തിന് ശിഫയാവുക എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. അതോടൊപ്പം തന്നെ 95% നമ്മൾക്ക് രോഗമുണ്ടാകുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്ന് നമ്മൾക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവേ നീ അകറ്റി കൊടുക്കണേ, മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കാരണം ഒരു 10 ആളെയെങ്കിലും നമ്മളെ മജ്ലിസിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്നുകൂടെ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പല അസുഖങ്ങൾ കാരണം പ്രയാസത്തിലാണ്. മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത, മരുന്ന് പോലും കണ്ടുപിടിക്കാത്ത മാരകമായ രോഗത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നമ്മളെ സമൂഹത്തിലുള്ള ആളുകൾ. ക്യാൻസർ ബാധിച്ച ആളുകൾ, കിഡ്നിക്ക് അസുഖമുള്ള ആളുകൾ, തലച്ചോറിന് അസുഖമുള്ള ആളുകൾ, ഇങ്ങനെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് വരെ അസുഖം ബാധിച്ച ആളുകൾ, അതുപോലെ തന്നെ പനി പിടിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ, വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ തലവേദന, ഊരവേദന, കാലുവേദന, മുട്ടുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ, ഇങ്ങനെ ഓരോരുത്തർക്കും പല പല അസുഖങ്ങളാണ്. നമ്മളെ മജ്ലിസിൽ തന്നെ ഒരുപാട് ആളുകൾ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ വേദനയാണ്, വേദന സഹിക്കുന്നില്ല ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ സഹോദരിമാരുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ അസുഖം മാറാൻ, നമ്മളെ അസുഖത്തിന് ശിഫയായി, നമ്മളെ അസുഖത്തിന് മരുന്നായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു സൂറത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹു ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ അസുഖങ്ങളും ശിഫയാക്കി തരട്ടെ. എല്ലാ വേദനകളും അല്ലാഹു മാറ്റി തരട്ടെ. നമ്മൾക്കൊക്കെ അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ 5 നേരവും ആ സൂറത്ത് പറയാതെ കഴിയുകയില്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ മാത്രം മഹത്വം നമ്മൾ മുമ്പൊരു മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം തന്നെ ഡസൻ കണക്കില് ഇമാമിങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് എന്താണ് പഠിപ്പിച്ചത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മുൽ ഖുർആൻ,
ഖുർആനിന്റെ ഉമ്മയാണെന്ന് അറിയപ്പെടുന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ആ ഉമ്മുൽ ഖുർആൻ ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ശിഫയാണ്. അത് ക്യാൻസർ ആകട്ടെ, അത് ബ്ലഡ് ക്യാൻസർ ആകട്ടെ, അത് എന്ത് അസുഖമാകട്ടെ, കാൽമുട്ട് വേദനയാവട്ടെ, പ്രഷർ ആവട്ടെ, ഷുഗർ ആകട്ടെ, മിൻ കുല്ലി ദാ, എല്ലാ രോഗവും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എല്ലാ രോഗത്തിൽ നിന്നും അത് ശിഫയാണ്. ഇല്ല സാം, മരണമൊഴികെ. മരണത്തിന് അത് മരുന്നല്ല. മരിക്കാൻ അള്ളാഹു നമ്മളെ മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അസ്രായിൽ വന്ന് നമ്മളെ റൂഹിനെ പിടിക്കും. അതല്ലാത്ത മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശിഫയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ നമ്മൾ ഫാത്തിഹയിലേക്ക് കടന്നു വരാത്തത്? ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം നമ്മൾ എത്ര കേട്ടാലും ഫാത്തിഹ നമ്മൾ ഓതൂല. ചില ആളുകൾ മനസ്സിലാക്കിയത് കേവലം നിസ്കാരത്തിൽ മാത്രം ഓതാനുള്ളതാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ്. അങ്ങനെയല്ല. ലോകാവസാനം വരെയുള്ള ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, അത് ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, എല്ലാ രോഗത്തിനും പരിശുദ്ധ ഖുർആനിൽ മരുന്നുണ്ടെന്ന് ഖുർആൻ തന്നെ നമ്മളോട് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ രോഗത്തിന് ശിഫയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഹബീബുനാ വശഫീനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കാണി, സൂറത്തുൽ ഫാത്തിഹക്ക് മറ്റൊരു പേരെന്നുണ്ട്, അൽ വാഖിയ. സൂറത്തുൽ വാഖിയ, എല്ലാ മുസീബത്തുകളിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന സൂറത്ത് എന്ന് സൂറത്തുൽ ഫാത്തിഹക്ക് മറ്റൊരു പേരെന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ലിഅന്നഹാ വാഖിയത്തുൻ ലിമൻ ഖറഅഹാ അൻ ജമീൽ ആഫാത്തി വൽ അംറാദ്. ഫാത്തിഹ സൂറത്ത് ഓതിയ ഒരുത്തന്റെ രോഗത്തിൽ നിന്നും എല്ലാ ആഫത്തിൽ നിന്നും ഫാത്തിഹ സൂറത്ത് സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്തിന് സംരക്ഷണത്തിന്റെ സൂറത്ത് എന്നൊരു പേര് കൊടുക്കാനുള്ള കാരണമെന്ന് രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കാണി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫീ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് 70 ശിഫായ്, 70 ശിഫയുണ്ട്, 70 രോഗങ്ങൾക്ക് മരുന്നുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ വഹിയില്ലാതെ ഒന്നും പറയൂലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹ സൂറത്ത് പതിവാക്കുക എന്നുള്ളതാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ രോഗം ശിഫയാകാൻ പാരായണം ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളിയും. ശുദ്ധമായ വെള്ളമെടുക്കുക. ഒരു ഗ്ലാസിൽ, അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ, ഒരു ജഗ്ഗിൽ ശുദ്ധമായ വെള്ളമെടുക്കുക. അതിനുശേഷം ഉളു എടുക്കണം. ഉളു എടുക്കല് മസ്റ്റാണ് കേട്ടോ. ചില ആളുകൾ മനസ്സിലാക്കിയത് ഖുർആൻ കാണാതെ ഓതണമെങ്കിൽ ഉളു വേണ്ടല്ലോ, അപ്പൊ പിന്നെ ഉളു ഒന്നും വേണ്ട എന്ന് മനസ്സിലാക്കണ്ട. ഖുർആൻ ഓതുമ്പോൾ ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. തൊടാൻ നിർബന്ധമാണ്, ഓതാൻ ഉളു എടുക്കൽ സുന്നത്താണ്. അപ്പൊ ആത്മാർത്ഥതയോടുകൂടെ ഖുർആൻ ഓതുക എന്നുള്ള നിയത്തോടുകൂടെ ഉളു എടുക്കുക. എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നമ്മളെ മുമ്പിലേക്ക് ശുദ്ധമായ നല്ല വെള്ളമാണ് കേട്ടോ, ത്വഹൂറായ വെള്ളമാണ്, ത്വാഹിറായ നല്ല ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ശുദ്ധിയുള്ള വെള്ളം ഒരു ഗ്ലാസിലോ ഒരു പാത്രത്തിലോ എടുത്തുകൊണ്ട് അതിലേക്ക് 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക, മന്ത്രിക്കുക. കഴിയുന്ന ആളുകൾ ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക, എന്നിട്ടൊന്ന് ഇശ്വി 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 മന്ത്രിക്കുക. അതല്ലെങ്കിൽ 17 പ്രാവശ്യവും സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുക എന്നുള്ളതാണ്. അത് വളരെ പുണ്യമുള്ളതാണ്. അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഉമിന മിൻ കുല്ലി ദാഗ്, എല്ലാ രോഗത്തിൽ നിന്നും നിനക്ക് സംരക്ഷണം ലഭിക്കും. രോഗത്തിനെ പിന്നെ നീ പേടിക്കേണ്ടതില്ല. അല്ലാഹു നല്ല ആരോഗ്യം നൽകും, ആഫിയത്ത് നൽകുന്നതാണ്. അല്ലാഹു നല്ല ശക്തി നൽകും, ബലഹീനത നൽകൂല. അല്ലെ, ശരീരത്തിനൊരു ഉന്മേഷമല്ല, ഇന്നെന്താ വളരെ തളർച്ചയാണ്, അതൊക്കെ മാറി നല്ല ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആർക്ക്? സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചൂതി ആ വെള്ളം കുടിച്ച ആളുകൾക്കാണ്. എത്ര പ്രാവശ്യം ഓതേണ്ടത്? 17 പ്രാവശ്യം. നല്ല ശുദ്ധിയുള്ള ഒരു വെള്ളം, ശുദ്ധിയുള്ള പാത്രത്തില് ശുദ്ധിയുള്ള വെള്ളം എടുത്തിട്ടാണ് ഓതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ക്യാൻസർ ഉള്ള ആളുകൾ,
വേദനകൾ സഹിക്കാൻ പറ്റാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. പ്രഷർ ഉള്ളവർ, ഷുഗർ ഉള്ളവർ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പനി കാരണം എത്രയോ ആളുകൾ ദിവസങ്ങളോളം പ്രയാസത്തിലാണ്. മക്കൾക്ക് പടർച്ചപ്പനി പിടിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ഉമ്മമാരുണ്ടല്ലോ. ശിഫ നൽകണേ അല്ലാ. ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് അല്ലാഹുവേ, അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 95% നമ്മൾക്ക് അസുഖം വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ വളരെ വ്യക്തവും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധിയോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അല്ലെ, കഴിക്കുന്ന പാത്രം ശുദ്ധി വേണം, കൈ ശുദ്ധി വേണം, വായ ശുദ്ധി വേണം. എങ്ങനെങ്കിലൊക്കെ കഴിക്കാന്നുള്ളതല്ല. കൈയൊക്കെ ശരിക്ക് കഴുകി 2 കൈയും കഴുകണം എന്നാണ്. അങ്ങനെ 2 കൈയും കഴുകി വായ കഴുകി ഇരിക്കുന്ന സ്ഥലവും ശുദ്ധി വേണം. എവിടെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഈച്ചയും ഉറുമ്പും അതുപോലെ തന്നെ കൊതുകൊക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ആ കൊതുകും ഈച്ചയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കൂലേ? അതിൽ നിന്ന് നമ്മൾക്ക് രോഗം പടരൂലേ? അതുകൊണ്ട് നല്ല ശുദ്ധിയുള്ള സ്ഥലത്തിരിക്കുക. നല്ല ശുദ്ധി വേണം ഭക്ഷണം കഴിക്കുമ്പോൾ. വായയും ശുദ്ധിയാക്കണം എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ച് എന്റെ കൈ കഴുകുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വായ കഴുകുക, അങ്ങനല്ല. അതൊക്കെ അതിന്റെ മുമ്പും ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, വെള്ളം കുടിക്കുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കണം. ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കാതിരുന്നാൽ മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബഫേണ്. ചില കല്യാണത്തിനൊക്കെ ബഫേണ്. നിന്ന് കഴിക്കുക, ഇരിക്കാല സൗകര്യം തന്നെ ഉണ്ടാവില്ല. മനുഷ്യന്മാരെ ക്ഷണിച്ചു വരുത്തിട്ട് തോന്നിവാസം ചെയ്യേ. ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം, ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കണം എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ മുസ്ലിം സമൂഹം തന്നെ ബഫ എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം ചെയ്യുക, നടന്നിങ്ങനെ ഭക്ഷണം കഴിക്കുക. അത് മൃഗങ്ങളുടെ സ്വഭാവമാണ്, അത് മനുഷ്യന്മാരുടെ സ്വഭാവമല്ല. അപ്പൊ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. അതല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർക്ക് വരെ എന്താന്ന് തിരിയുന്നില്ല. ഡോക്ടർമാർക്ക് വരെ ഇതിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത്രയും മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ഇരുക്കാതെ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ കിഡ്നി തകരാറിലാകും. എത്ര ആളുകൾ കിഡ്നിയാണ് തകരാറിലായിക്കൊണ്ടിരിക്കുന്നത്, ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അത്തരം രോഗങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചവച്ചിറക്കി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ചവച്ചിറക്കാതെ ചില ആളുകൾ ഭക്ഷണം മുടുങ്ങിവിടും. മുടുങ്ങിവിട്ടാൽ നമ്മളെ അന്നനാളത്തിനും ശ്വാസനാളത്തിനൊക്കെ അത് തകരാറിലാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വായ കൊണ്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. അതിനാണ് അല്ലാഹു പല്ല് തന്നിട്ടുള്ളത്. ചവച്ചരച്ച് കഴിക്കാനുള്ളതാണ്, അല്ലാതാണ് മുടുങ്ങിവിടല. നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലൊരു മിക്സി ഉണ്ട്. ആ അന്നനാളം അതിന് പ്രയാസമാകും. അത്തരം പ്രയാസങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ചവച്ചരച്ച് 25 പ്രാവശ്യമെങ്കിലും ചവക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാലാമത് ശ്രദ്ധിക്കേണ്ടത്, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം. ബിസ്മില്ലാഹ്. ഭക്ഷണം കാണുമ്പോൾ ആർത്തിയോടെ കഴിക്കല്ല, മക്കളോടൊക്കെ പറയണം ബിസ്മിയോടെ ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ ശൈത്താൻ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മൾക്ക് ആ ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവൂല. അതുകൊണ്ട് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, നല്ല ചൂടോടെയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. നല്ല ആവി ഇങ്ങനെ പോകുന്നുണ്ടാകും, അങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കുറച്ചൊക്കെ ആവിയൊക്കെ പോയിട്ട് ചൂടൊക്കെ കുറച്ചൊക്കെ ആറിയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിച്ചില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിൽ യാതൊരു ബറക്കത്തും ഇല്ല. അത് ബർക്കത്തില്ലാത്ത ഭക്ഷണമാണ്. ബർക്കത്തില്ലാത്ത ഭക്ഷണത്തിനാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് ആരോഗ്യവും ഉന്മേഷം ഉണ്ടാകാനും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ഇതൊരു ബർക്കത്തില്ലാത്ത ഭക്ഷണം പിന്നെ എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ എന്താണ് ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ലാതിരിക്കാനുള്ള കാരണം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിൽ നിന്ന് ആവി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത്രയും ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചൂട് ആറിയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യം, ശരീരത്തിന് ഉപകാരപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അനാവശ്യമായ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാൻസറുകളും മാരകമായ അസുഖങ്ങളൊന്നും വരുത്തി വെക്കാതെ നമ്മളെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന, നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല. അധിക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക എന്നുള്ളത്. അത് പാടില്ല. ഭക്ഷണം കഴിച്ചാൽ ഒരു 100 അടിയെങ്കിലും നടക്കണം. ചില ആളുകളൊക്കെ രാത്രി ഭക്ഷണം കഴിച്ചാൽ ഉടനെ അങ്ങോട്ട് കിടക്കും. ഭക്ഷണം കഴിക്കൽ തന്നെ 11 മണിക്കാ, അങ്ങനെ 11 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കടന്നുറങ്ങും. നേരത്തെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഉഷാറായി. ഇത് ചില ആളുകള് ഇശയും കഴിഞ്ഞ് 11 മണി കഴിഞ്ഞിട്ട് 11:30 കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ നേരെ പോയി കടന്നുറങ്ങും. അങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ ചില ആളുകൾ ഭാര്യയുമായി ബന്ധപ്പെടും. ഇതൊക്കെ ശരീരത്തിന് ദോഷമായി ബാധിക്കുമെന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതെ ഒരു 100 അടിയെങ്കിലും നമ്മൾ നടക്കുക. എന്നാൽ അത് ശരീരത്തിന് നല്ലതാണ്, ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ കൂടുതൽ അസുഖം വരാനുള്ള കാരണം ഫ്രിഡ്ജ് വന്നതാണ്. ഫ്രിഡ്ജ് വന്ന കാരണത്താൽ ഒരുപാട് അസുഖങ്ങൾ വന്നു. കാരണം എന്താ? പഴകിയ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ 10 ദിവസവും 20 ദിവസമൊക്കെ മാംസം വെച്ച് കഴിക്കുന്ന ആളുകൾ, പഴകിയ ഭക്ഷണം വെച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മളെ ശരീരത്തിന് അത് ദോഷമായി ബാധിക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ പഴകിയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഭക്ഷണം ഉണ്ടാക്കുക, പിന്നെ അത് ചൂടാക്കുക, പിന്നെയും ചൂടാക്കുക, പിന്നെയും ചൂടാക്കുക, അങ്ങനെ 10 ദിവസം അങ്ങനെ ചൂടാക്കി 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 കഴിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഖദീദായ ഭക്ഷണം കഴിച്ചാൽ നമ്മളെ ശരീരത്തിന് ദോഷമായി ബാധിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 95% നമ്മൾക്ക് രോഗമുണ്ടാകുമെന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ. അല്ലാഹുവേ, രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുറാഹിമീനായ അല്ലാഹുവേ, ഒരുപാട് രോഗികളുണ്ട് ഞങ്ങളെ മജ്‌ലിസിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട് റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാരെ ജ്യേഷ്ഠനിയന്മാരെ വല്ലുപ്പ വല്ലുമ്മമാരെ കാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ. കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കൾക്ക് നല്ല ജോലി നൽകണേ അല്ലാ. ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, പരീക്ഷ എഴുതി വിജയിച്ച മക്കൾക്ക് ഇപ്പോഴും +1-ലും +2-ലും സീറ്റ് കിട്ടാത്ത കുട്ടികളുണ്ട്, അവർക്കൊക്കെ നല്ല സീറ്റ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഉദ്ദേശിച്ച സ്ഥലത്ത് സീറ്റ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. കിട്ടാനുള്ള പൈസ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് എത്രയും പെട്ടെന്ന് നൽകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇങ്ങനെ ഓരോരുത്തരും പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളുടെ ഞങ്ങളുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ. ഐക്യമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ. കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ നല്ല ലാഭം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗം നൽകണേ അല്ലാ. അവരെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾക്ക് കുടുംബക്കാർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠന്യന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികള്, കൂട്ടുകാര്, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, ഭക്ഷണം തന്നവര്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ.
മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.